ഓക്കെ, അപ്പം നമ്മൾ എന്താണ് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാണ്. ഡെസിമൽസ് അഥവാ ദശാംശം. എന്താണ് ഈ ഡെസിമൽസ് ദശാംശം എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധനം? പോയിന്റ് ഇട്ട് 4.02 അല്ലെ 2.53 ഒരുപാട് കുട്ടികൾക്ക് എന്താണ് നമുക്ക് +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റർ പ്രോഗ്രാമാണ്. ആ റിപ്പീറ്റർ പ്രോഗ്രാമിൽ വന്നിട്ട് പോലും ഒരുപാട് കുട്ടികൾക്ക് 4.02 × 3.5 എത്രയാണ് ചെയ്യുന്നതെന്ന് അറിയാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ എന്താണ് അതൊക്കെ എന്താണ് ഈ സമയത്ത് തന്നെ നമ്മൾ പഠിച്ച് സെറ്റാക്കാണ്. ഡെസിമൽസ് ഫുൾ എന്ത് ചെയ്യും നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ ഡെസിമൽ തുടങ്ങുന്നതിന് മുമ്പ് പല ഇതിലും ഞാൻ ഈ ഒരു സ്ലൈഡ് ഉണ്ട് ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഇതൊക്കെ കൺസെപ്റ്റലി വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നാൽ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്താണ് ഒരു നമ്പർ എടുത്തു 52. ഈ 52യുടെ ഇപ്പുറം എത്ര 0 ഇട്ടാലും 52ന് എന്തില്ല ഒരു വാല്യൂ ഒരു മാറ്റവും വരുന്നില്ലല്ലോ. അതേ സ്ഥാനത്ത് 52ന്റെ ഈ സൈഡിലാണ് നമ്മൾ 0 ഇടുന്നെങ്കിലോ അത് നമുക്കൊരു പ്രശ്നവുമാണ്. ഇതേപോലെ തന്നെ എന്താണ് ഡെസിമൽസിന്റെ കേസിലുണ്ട്. അതായത് നമുക്കൊരു ഡെസിമൽ ഉണ്ടത് 4.5. ഈ 4.5ന്റെ കേസിൽ ഈ ഡെസിമൽ പോയിന്റിന് ശേഷം ലാസ്റ്റ് ഡിജിറ്റിന് ശേഷം എത്ര 0 ഇട്ടാലും എന്തില്ല അത് 4.5 തന്നെയാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഇപ്പുറമുള്ള നമുക്കറിയാം, അത് ഓൾറെഡി ഈ റൂൾ തന്നെയാണ്, ഇങ്ങോട്ടേക്ക് എത്ര ഇട്ടാലും കുഴപ്പമില്ല. അതായത് ഡെസിമൽ പോയിന്റിന്റെ അവസാനത്തെ ഡിജിറ്റിന് ശേഷം എത്ര 0 ഇട്ടാലും ആ ഡെസിമലിന് ഒരു മാറ്റവും വരൂല. അതേ സ്ഥാനത്ത് 4.5ന്റെ ഈ പോയിന്റിന്റെ ഈ 5ന്റെ ഇടയിൽ നമ്മൾ 0 ഇടുന്നതിനനുസരിച്ച് ആ ഡെസിമലിന് മാറ്റമുണ്ട്. 4.5ഉം 4.0005 എന്തല്ല ഒന്നല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ അല്ല? ഡെസിമൽ പോയിന്റിന് ശേഷമാണ്. ഇവിടെ മുന്നിലാണെങ്കിൽ ഡെസിമൽ പോയിന്റിന്റെ ലാസ്റ്റ് ഡിജിറ്റിന് ശേഷമാണ്. ഇത് ഫസ്റ്റ് ഡിജിറ്റിന് മുന്നിലാണ്, ഇവിടെ ലാസ്റ്റ് ഡിജിറ്റിന് ശേഷം എത്ര ഇട്ടാലും ഒരു വ്യത്യാസമില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നമ്പറിന് ഇപ്പൊ 3 എന്നുള്ള നമ്പറിന് എന്ത് ചെയ്യാൻ പറ്റും? 3.0 എന്ന് എഴുതുന്നതിന് ഒരു പ്രശ്നമില്ല. 3.00 എന്നും 0 ഇങ്ങനെ എത്ര പോകുന്നതിനും എന്തില്ല നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ളതും എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു നമ്പറിനെ തന്നെ നമുക്ക് ഡെസിമൽ ഇപ്പൊ ചില പൈസ ഒക്കെ കാണുന്നത് സംഭവം 50 രൂപ ആയിരിക്കും, പക്ഷെ എന്താ ചെയ്യുക 50.00 എന്ന് ഇടാം. 50.00 എന്ന് ഇട്ട് കഴിഞ്ഞാൽ 50 രൂപ തന്നെയാണ്. പിന്നെ ഈ റൂള് ഈ സാധനം വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, 50 രൂപ 50 പൈസയാണെങ്കിൽ 50.50 എന്ന് എഴുതും, ചില സ്ഥലത്ത് 50.5 എന്ന് എഴുതും. അപ്പൊ നമുക്ക് ഇത് 50 രൂപ 5 പൈസ അല്ല, ഇത് 50ഉം 5ഉം സെയിം തന്നെയാണ്. രണ്ടും ഒന്ന് നിങ്ങൾക്ക് ആ പൈസേൻ്റെ ആ വാല്യൂ കിട്ടാൻ വേണ്ടി 50 എന്ന് എഴുതുന്നു. അപ്പോൾ എന്ന് എഴുതിയത് 5 പൈസ അല്ല, 50 രൂപ 5 പൈസയാണ്. അത് ഇങ്ങനെ എഴുതുന്നത് 50.05 എന്നാണ് എന്ത് ചെയ്യുക 50 രൂപയും 5 പൈസക്ക് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക. അപ്പം ഈ സാധനം നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഡെസിമൽസിൻ്റെ എല്ലാ സാധനം ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ആദ്യം അഡിഷനും സബ്ട്രാക്ഷനും. അഡിഷൻ്റെ നമ്മൾ നോർമൽ നമ്പറിൽ തന്നെ ഇപ്പോൾ 43 + 7 ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യുക? അല്ലെങ്കിൽ 43 + 463 ആണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യുക? 43 ഇവിടെ ഇങ്ങനെ പ്ലസ് ഇട്ടിട്ട് 463 ഇങ്ങനെയാണോ ചെയ്യുക? അല്ലല്ലോ അല്ലേ, നമ്മളൊരു പ്രത്യേക അറേഞ്ച്മെന്റ്. അതെങ്ങനെയാ? ആദ്യം 43 എഴുതിട്ട് പിന്നെ ഇങ്ങനെയല്ലടാ 463 എഴുതല്ലേ, അല്ലെങ്കിൽ വേറെ എന്തോ വാല്യൂ അല്ലേ കിട്ടുക. അപ്പം ഇതേപോലെ ഡെസിമലിന്റെ അഡിഷണൽ കേസിലും ഈ ഒരൊറ്റ കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നോക്കിയാൽ മതി. അഡിഷൻ്റെ സബ്ട്രാക്ഷൻ എന്താ കാര്യം എന്നോ, ഡെസിമൽ പോയിന്റുകൾ ഒരേ ലൈനിൽ കുത്തനെ വരണം. ഇപ്പൊ ഉദാഹരണത്തിന് 43.3ഉം 4.77 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 4.77 ഇങ്ങനെ എഴുതണം. ഈ പോയിന്റുകൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഈ പാർട്ട് റെഡിയാവും, ഈ പാർട്ട് റെഡിയാവും. പോയിന്റ് എന്തായിരിക്കണം? കൃത്യമായിട്ട് ഒരേ കൃത്യം. അത് മാത്രമേ അഡീഷണൽ സബ്ട്രാക്ഷനിലുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിക്കൂടെ? ഞാൻ എന്ത് ചെയ്യാം, ഇത് ഞാനൊന്ന് ഈ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ചെയ്യാം. 13.97 + 4.43 എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 13.975 ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് 4.43 എന്ന് എങ്ങനെ എഴുതുക? ഈ പോയിന്റ് ഇവിടെയാണ് വേണ്ടത്, ഏത് ഇതിൻ്റെ പോയിന്റ്. പിന്നെ 4.450 ഇത് 10 14 4 8 ഇതാണ് 18.405 18.405 ആണെന്ന് അതിൻ്റെ ആൻസർ വരിക. അത്രയേ ഉള്ളൂ ഈ സാധനം. ഇനി ഏത് നിങ്ങൾ ചെയ്യാം നോക്കിക്കോ. 3.5 + 4.5 അത് സിമ്പിൾ അല്ലേ, ഒരേപോലെ തന്നെയാണ്. അപ്പം എന്ത് ചെയ്താൽ മതി, 4.5 എന്ന് എഴുതാം 0. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് സാറേ, ഇതൊക്കെ അഡീഷൻ അല്ലേ?
5 5 കൂട്ടിയാൽ 10 0 ഈ 1 എന്ത് ചെയ്യും? അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടല്ലോ, അത് ഇപ്പം ഇട്ടിട്ട് പോകണമെന്ന് ഒന്നും നോക്കണ്ട. എന്ത് ചെയ്യുക, അടുത്ത നമ്പറിലേക്ക് തന്നെ പോവാം, ഇവിടെ തന്നെ പോവാം. ഓക്കെ, ഡെസിമൽ പോയിന്റ് എന്താ അതേപോലെ ഇവിടെ ഇടാം. ഓക്കെ, പിന്നെ 4 + 4 8.0. അല്ലാതെ ഇതൊരിക്കലും എന്ത് ചെയ്യരുത്, ഇത് ഇവിടെ ഇട്ടിട്ട് 7.10 എന്നുള്ള ആൻസർ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. എന്താണ്, നേരെ ഇപ്പുറത്തേക്ക് കിടക്കുക. പോയിന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷെ ഈ പോയിന്റ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ അല്ലെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ പോയിന്റ് ഉള്ള സ്ഥലത്ത് ഇവിടെ നിങ്ങൾ കുത്തിടണം എന്ന് മാത്രം. അടുത്ത നോക്കാം, 4.25 + 3.2 ആണ്. എങ്ങനെയാ ചെയ്യുക? പോയിന്റ് ഇവിടെ തന്നെയാണ് 3.2. അപ്പം എന്താ, വളരെ സിമ്പിളാണ്. 7.45 ആണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതണം. 4.005 + 3 എങ്ങനെയാ ചെയ്യാം? 4.005 + 3 ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ സാർ ഇവിടെ കാലിയാണല്ലോ, ചിലപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ സാറേ ഇവിടെ കാലിയാണ്, ഇവിടെ 0 ഇടുന്നതിന് നമുക്കൊരു പ്രശ്നം. അതാണ് അതിൻ്റെ റൂള്. നമ്മൾ നേരത്തെ പഠിച്ച സാധനം തന്നെ. എന്താ, 3.2ഉം 3.20ഉം സെയിം ആണ്. അപ്പോൾ ഇവിടെ 0 ഇട്ടിട്ടാണ് 5 + 0.5 നമുക്ക് ആൻസർ ഇട്ടത്. അതേപോലെ എന്ത് ചെയ്യാം, 3നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 3.00 എന്നിട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. 7.005 ആണ് ആൻസർ. ചില ആൾക്ക് 4.008 ഒക്കെ കിട്ടുക കഴിഞ്ഞാൽ എപ്പോൾ, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്. ഇനി നമുക്ക് കിട്ടൂല അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്താ, കുറച്ച് സബ്ട്രാക്ഷൻ ചെയ്ത് നോക്കിയാലോ? സബ്ട്രാക്ഷൻ ഇവിടെ കുറച്ചും കൂടെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, അങ്ങ് ഇങ്ങോട്ടേക്ക് വലിക്കേണ്ടൊക്കെ വരും. നോക്കിക്കോ, 4.02 - 3.75. അപ്പം എന്ത് വരടാ, ആദ്യം 2ൽ 5 പോകില്ല. അപ്പം എന്ത് ചെയ്യണം, ഇവിടുന്ന് കടം കൊടുക്കണം അല്ലേ? പണ്ട് കടം കൊടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്കും പ്രശ്നമാണ്. പക്ഷെ 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ ആ കടം വാങ്ങിയും കൊടുത്തൊക്കെ ശീലമായിട്ട് ഇതൊക്കെ സെറ്റായിട്ടുണ്ടാവും അല്ലേ? അപ്പം എന്താ, ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് എടുക്കണം. അപ്പം ഇത് 0 തന്നാൽ പറ്റൂല, ഇത് 9 ആക്കണം. 9 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് 0 ആണ്. അപ്പം ഇതിന് ആദ്യം ഒന്ന് ഇങ്ങോട്ട് കൊടുക്കണം. ഇത് 3 ആയി മാറും. ഇത് 10 ഉള്ളത് വീണ്ടും ഇവിടുന്ന് ഒന്നങ്ങോട്ട് പോയാൽ 9 ആവും അല്ലേ? ഇങ്ങനെയല്ല, എന്നോട് തന്നെ മറന്നേ. സാധനങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായി. അപ്പം 12ന്റെ 5 എന്ന് പറയുമ്പോൾ 7 ആണ്. ഇത് 10 ഒന്നും കൂടെ പോകുമ്പോൾ 9 ആയിട്ടുണ്ട്. 9 ഇത് 2 ആണ്. ഇത് 3 3 പോയാൽ ഈ 0 ഇവിടെ 0. 0.27 ആണ് എന്ത്, ഇതിൻ്റെ ആൻസർ. ഇത് ഞാൻ പഠിപ്പിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. കാരണം ഈ ചെറിയ ഗ്രേഡ് മാത്സ് പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇതുവരെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഇത് ആലോചിച്ച് ഇത് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് സബ്ട്രാക്ഷൻ ആണെങ്കിൽ. ഓക്കെ, റൈറ്റ്. ഇതേപോലെ 4.25 + 3.4 അല്ല, മൈനസ് അല്ല, 3.4 എന്ന് പറയുമ്പോൾ പോയിന്റ് ഇങ്ങനെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, 5 ഇത് 40 എന്ന് വേണ്ട, 5 12 എന്ത് ചെയ്യണം, 4 കുറച്ചാൽ 8. അപ്പോൾ ഇത് 3 ആയി മാറും അല്ലേ? അപ്പോൾ ഈ പോയിന്റ് 3, ഇത് 0.85. ഇതാണ് അഡിഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും കേസിലുള്ള റൂളുകൾ. മൾട്ടിപ്ലിക്കേഷൻ ആണ് ശരിക്കും എല്ലാത്തിലും ഞാൻ നോക്കി നോക്കുമ്പോൾ. നെഗറ്റീവ് നമ്പേഴ്സ് ആയിക്കോട്ടെ, ഫ്രാക്ഷൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡെസിമൽസിലാണെങ്കിൽ ഏറ്റവും എളുപ്പം മൾട്ടിപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്നോ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പോയിന്റ് ഉള്ളതൊന്നും നോക്കാണ്ട് ആദ്യം ഗുണിക്കുക. 32 ഗുണിക്കണം 45 ആദ്യം ചെയ്തിൽ. ഓക്കെ, അത് എത്ര ഉണ്ടാവുക? ഫോൺ എടുക്കായിരുന്നു അല്ലേ? ഫോൺ ഇവിടെ ഉണ്ട്. 32 ഗുണിക്കണം 45 എന്ത് ചെയ്യാം, നിങ്ങൾ ഗുണിച്ച് കണ്ടുപിടിച്ചോട്ടോ. ഞാൻ ഫോണിൽ നോക്കാം. കാരണം ഗുണിക്കൽ പഠിപ്പിക്കലല്ലല്ലോ ഇവിടുത്തെ എൻ്റെ പണി. 32 ഗുണിക്കണം 45 അത് 1440 ആണ്. 1440 അപ്പോൾ സാറേ പോയിന്റ് എന്ത് ചെയ്യും? ചുമ്മാ അങ്ങനെ എഴുതാൻ പറ്റില്ല. പോയിന്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓരോ ഗുണിക്കേണ്ട ടേമിലും പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കാം. അതായത് ഇവിടെ എന്തുണ്ട്, ഇവിടെ 1 ഡിജിറ്റ് അല്ലേ, പോയിന്റിന് ശേഷം 1 ഡിജിറ്റാണ്, ഇവിടെയും 1 ഡിജിറ്റാണ്. അപ്പോൾ ടോട്ടൽ 1 + 1 2 ഡിജിറ്റ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസറിൽ എന്തുണ്ടായിരിക്കണം, പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താ വരേണ്ടത്, ഇവിടെ എവിടെയാണ് പോയിന്റ് ഇടുക, നമ്മൾ ഇടുന്ന പോയിന്റിന് ശേഷം, മുമ്പല്ല കേട്ടോ, മുമ്പുള്ള ഡിജിറ്റിനെ കുറിച്ച് നമുക്ക് അറിയേയില്ല. പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടാവണം, 2 ഡിജിറ്റ്. അപ്പോൾ ഏതാ, ഇവിടെ ഇട്ടാലല്ലടാ ശരിയാ, 14.40 2 ഡിജിറ്റ് ഉണ്ട്. വേണേ ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് 14.4 ഇപ്പോൾ ഇടാം. അപ്പോൾ സാർ ഒരു 0 എടുപ്പേ, ആ 0 ഞാൻ തൽക്കാലം ഒഴിവാക്കിയ. പക്ഷേ 1440-ലാണ് 2 ഡിജിറ്റ് ഇടേണ്ടത്. ഇനി ഇവിടെ നോക്കിക്കോ, 4.5 × 2.50 എങ്ങനെ ചെയ്യാം നമ്മൾ നോക്കുക. 4.5 × 2.50 ആണ് കേട്ടോ, സോറി 45 × 250 ഞാൻ ഇവിടെ ചെയ്യുന്നത്. 11,250 നമുക്ക് ആൻസർ കിട്ടുക. 11,250. എവിടെയാടാ 0 ഇടുക, നിങ്ങളൊന്ന് പറ, എവിടെയാടാ 0 ഇടുക 11,250 കേസിൽ? ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം 1, ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം 2. അപ്പോൾ ടോട്ടൽ 3 ഡെസിമൽ പോയിന്റ്. അപ്പോൾ നമ്മൾ ആൻസറിൽ എന്തായിരിക്കണം, 11,000 ശേഷം ഈ 3 നോക്കിയിട്ട് 11.250 എന്നാണ് നമ്മളെ ആൻസർ.
ഇവിടെ ചില കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ചില ബുദ്ധിമതികളായ കുട്ടികൾക്ക്, ബുദ്ധിമതികളല്ല ബുദ്ധിശാലികളെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, സാർ ഈ 2.50 നമുക്ക് 2.5 എന്ന് എഴുതിക്കൂടെ, അതായത് 4.5 × 2.5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ആൻസർ തെറ്റൂല എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. ഇല്ലട തെറ്റൂല, ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിവിടെ ഗുണിക്കേണ്ട ഇതൊക്കെ 45 ഗുണിക്കണം 25 അല്ലേ, ആൻസർ 1125 നമുക്ക് 1125 ആയിട്ടാണ്. ഇനി നിങ്ങൾ നോക്ക് എത്ര, എവിടെ ഡെസിമൽ പോയിന്റ് ഇടേണ്ടത്, ഇവിടെയും 1 ഇവിടെയും 1, അപ്പോൾ ടോട്ടൽ 2. അപ്പോൾ ഇവിടെ 11.25 അവിടെ 11.25 11.25 സെയിം അല്ലേ. മാത്സ് ഒരിക്കലും തെറ്റില്ല മക്കളെ, കറക്റ്റ്. നെക്സ്റ്റ് ഇതെന്താ 0.83 × 0.8. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്, 83 × 8 ആദ്യം ഗുണിക്കണം അല്ലേ. 83 × 8 664 അപ്പം എന്താ കിട്ടും നമുക്ക് എന്താ കിട്ടുക, എത്ര പൂജ്യം വേണം, ഇവിടെ 2 ഇവിടെ 1, ടോട്ടൽ 3. അപ്പോൾ ഇവിടെയാ കുത്ത് വരും 3 എണ്ണത്തിന് ശേഷം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു പോയിന്റ് പൊതുവേ ആൾക്കാരുണ്ട്, ഇതിനൊരു തെറ്റുമില്ല കേട്ടോ. അതായത് 0.664 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തില്ല ഒരു പ്രശ്നമില്ല. പക്ഷേ യൂഷ്വലി എന്ത് ഇവിടെ ഒന്നുമില്ല, നമ്മളിങ്ങനെ 0.664 എന്നാണ് എഴുതുക ഇവിടത്തെ പോലെ തന്നെ. 0.83 എന്ന് എഴുതിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ പണ്ട് മുതൽ അങ്ങനെ എഴുതൽ. ഇതിൻ്റെ ആൻസർ ഓൾറെഡി നമുക്കറിയാം, 42.5 × 0.45 ആൻസർ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരേണ്ടത് ഇവിടെ 1 ഇവിടെ 2 3 അപ്പോൾ 19.125 കൊടുക്കണം. 19.125 ആണ് എന്ത് ചെയ്യുക അവിടെ ആൻസറായി വരിക. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ഇനി ഡിവിഷൻ. ഈ ഡിവിഷൻ ശരിക്കും ഡെസിമൽസിന്റെ ഡിവിഷന് മുമ്പ് ചില കുട്ടികൾക്ക് എന്തുണ്ട്, ഈ ഡെസിമൽ ആവാൻ പോകുന്ന സാധനത്തിന്റെ ഡിവിഷൻ പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് 15 ഡിവൈഡഡ് ബൈ 8. 15 ഡിവൈഡഡ് ബൈ 8 നിങ്ങൾക്കൊക്കെ ഡിവിഷൻ അറിയാമെന്നാട്ടാ ഞാൻ പ്രതീക്ഷിക്കുന്ന. നോർമൽ ഡിവിഷൻ അത് അറിയൂലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതും നിങ്ങൾക്ക് അറിയണം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സാറേ ഡിവിഷൻ വേണമെന്നുള്ള. 15 ഡിവൈഡഡ് ബൈ 8 ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം 15-ൽ 8 ഒരു പ്രാവശ്യമാണ്, 8 ഇവിടെ കഴിച്ച് 7 ഉണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തില്ലേ, അതായത് പോയിന്റ് വരുമ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം. സിമ്പിളാടാ, സിമ്പിളാ. കാരണം എന്താ, 15 ഡിവൈഡഡ് ബൈ 8 ഈ 15നെ നമുക്ക് എന്ത് ചെയ്യാം, 15.000 എന്നൊക്കെ ഇടാലോ, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പം എന്താ, വീണ്ടും ഇവിടെ എത്തുമ്പോൾ 7. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ, ഇവിടെ നമ്മളൊരു പോയിന്റ് ഇടുകയാണെങ്കിൽ നമ്മളുടെ കോഷ്യന്റിൽ എന്ത് ചെയ്യും, ഒരു പോയിന്റ് അങ്ങ് ഇട്ടിട്ട് പിന്നെ പോയിന്റ് ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു. പോയിന്റ് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, പോയിന്റ് ഇടുക. ഓക്കെ, നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് വേറെ ആവശ്യത്തിന് 0 ആഡ് ചെയ്യാം. അപ്പം എന്തായി മാറും, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അടുത്തതിൽ ഞാൻ പറയാൻ ക്ലിയർ ആണ് കേട്ടോ. 5 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പം എന്താ, 70-ൽ 8 എത്ര പ്രാവശ്യമാടാ, 8 പ്രാവശ്യം അല്ലേ. 64 അപ്പം എന്ത് വരും, 64 പിന്നെ 6 പിന്നെ സാർ ഇനിയും 0 കുത്തണ്ട, ഇനി ഒന്നും ഇടണം, ഇനി അങ്ങനെ പോയത്. 60-ൽ 7 പ്രാവശ്യം, 56 4 40-ൽ 5 പ്രാവശ്യം, 1.875 ആണ് എന്ത് ചെയ്യുക നമ്മൾ ആൻസർ വരിക 15 ഡിവൈഡഡ് ബൈ 8. കാരണം എന്താ, നമ്മൾ ആകെ ചെയ്തത് ഒരു കുത്തിട്ട് എന്നുള്ളത് മാത്രം. ഇനി അത് സാറേ ഇതെന്തിനാ ആദ്യമേ 0 ഇടുന്നതെന്നൊക്കെ നോക്കണ്ട, അങ്ങനെ ഒന്നും വേണ്ടില്ല. ഇപ്പോൾ 5 ഡിവൈഡഡ് ബൈ 4 തുടങ്ങിക്കോ. 5 ഡിവൈഡഡ് ബൈ 4 5-ൽ 4 ഒരു പ്രാവശ്യം, 4 1 ശിഷ്ടം, 1-ൽ 4 പോലും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു കുത്തിടുക, ഇവിടെ ഒരു കുത്തിടുക. ഓക്കെ, പിന്നെ ആവശ്യത്തിന് 0 എടുക്കുക. 10 10-ൽ 4 2 പ്രാവശ്യം, 8 2 പിന്നെയും 0 എടുക്കുക. 20 24 5 പ്രാവശ്യം കഴിഞ്ഞു. 24 0. അപ്പം എന്താ 1.25 ആണ് ആൻസർ. ഇതാണ് എന്ത്, ഡെസിമൽ ആക്കിക്കൊണ്ട് നിങ്ങൾ നോർമൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള രീതി. അത് ഇവിടെ ഒന്നും ഡെസിമൽസ് ഇല്ല നമ്മുടെ ചോദ്യത്തിൽ, ഉത്തരത്തിൽ മാത്രമേ എന്തുള്ളൂ ദശാംശം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. പക്ഷെ എങ്ങനെയാ പോയിന്റ് ഇടേണ്ടത് എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആയിട്ട്. ഇനി ഇപ്പം ദശാംശം വരുമ്പോൾ എന്താ, ദശാംശം വരുമ്പോൾ സിമ്പിൾ. അതായത് നിങ്ങളിപ്പം 4.8 ഡിവൈഡഡ് ബൈ 4 ഉണ്ടല്ലോ, അത് ശരിക്ക് ഈ സാധനമല്ല, 4.8 ബൈ 4 ആണ്, ഫ്രാക്ഷനായിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പം ഈ സാധനത്തിൽ ഈ ഡിനോമിനേറ്റർ അല്ലെ ഡിവൈഡഡ് ബൈയിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഡെസിമൽസ് ഉണ്ടാകാൻ പാടില്ല. ഇത് പല മെത്തേഡ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നിയാൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്നാൽ ഈ ഡിവൈഡഡ് ബൈയിൽ ഡെസിമൽസ് ഉണ്ടാവില്ല. സാർ അപ്പം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഡെസിമൽസ് ഇല്ലാത്ത നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താ, 4.8 ഡിവൈഡഡ് ബൈ 4 ആണല്ലോ. ഇവിടെ ഇതിന് ഡെസിമൽ ഒന്നുമില്ല. അപ്പം എന്താ, 4-ൽ 4 ഒരു പ്രാവശ്യം, 4
0. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും 8 താഴോട്ടേക്ക് വരുത്തല്ലേ വേണ്ടേ, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ടല്ലോ. എപ്പം നമ്മൾ പോയിന്റിന് ശേഷം ഒരാൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്ന അന്നേരം നമ്മൾ ശിഷ്ടത്തിൽ പോയിന്റ് ഇട്ടല്ലേ, ശിഷ്ടത്തിലല്ല, ഇതിൻ്റെ ഉത്തരത്തിൽ പോയിന്റ് ഇട്ടല്ല. ഓക്കെ റൈറ്റ്. അപ്പം എന്ത് വരും, ഇനി വേറൊന്നുമില്ല. 8ൽ 4 എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം, 4 2 8 0. ആൻസർ 1.2 ആണ്. 4.8 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 1.2 ആണ്. സാധനം മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതായത് പോയിന്റ് എപ്പം നമ്മൾ ക്രോസ് ചെയ്യുന്നല്ലേ, പോയിന്റ് ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, 15 പോയിന്റ് കുറേ 0 ഇട്ടിട്ട് ഈ പോയിന്റിൽ നമ്മൾ പോയിന്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് ഇട്ടത്. മനസ്സിലായില്ലേ? അതാണ് ഡെസിമൽ ഡിവിഷന്റെ ലോജിക്ക്. പക്ഷേ സാറേ എനിക്ക് അത്ര പ്രതീക്ഷയില്ല. കാരണം എന്ത്, ഇവിടെ ഡിവിഷനിൽ എന്തുണ്ട്, ഇവിടെ എന്ത് വരുന്നുണ്ട്, നമ്മളെ ഡിനോമിനേറ്ററിൽ പോയിന്റ് ഉണ്ട്. അതെങ്ങനെ ഒഴിവാക്കാം? എടാ നമുക്കറിയില്ലേ എന്ത്, 4.8 ഡിവൈഡഡ് ബൈ 0.4 എന്നിങ്ങനെ എഴുതാന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഒരു ഫ്രാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ഛേദവും എന്ത് ചെയ്യാം, ഒരേ നമ്പർ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. ശരിക്കും 0.4നെ 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്താവും, അത് 4 ആയി മാറൂലേ. 0.4നെ 10 കൊണ്ട് ഗുണിച്ചാൽ, അല്ലെ നേരത്തെ തന്നെ ചെയ്തോ, 0.4 × 10 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 4 × 10 40 ആണ്. എത്ര ഉണ്ട്, ഇവിടെ ഒന്നുമില്ല, ഇവിടെ 1 ആണ്. അപ്പം എന്താ 4.0 അഥവാ 4 ആണ്. ഇതാ ലോജിക്ക്. സാധനം മനസ്സിലായി? ഇപ്പം പഠിച്ച മൾട്ടിപ്ലിക്കേഷനിൽ തന്നെ ഇതിന്റെ സാധനം ഉണ്ട്. 0.4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ആ, പക്ഷെ അതിന് എന്നാലേ ഡിനോമിനേറ്റർ 4 ആവുള്ളൂ. അപ്പം സാറേ ചുമ്മാ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂല. എന്തും ചെയ്യണം, 4.8നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ല മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്ത് നമുക്ക് കിട്ടും, 4.8നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും. സോ 4.8 ഡിവൈഡഡ് ബൈ 0.4 എന്ന് പറഞ്ഞാൽ എന്താ, 48 ഹരിക്കണം 4 ആണ്. 48 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പട്ടിക്കും പൂച്ചക്കും വരെ അറിയാം ആൻസർ 12 ആണെന്നുള്ളത്. അപ്പം ഇതും നമ്മളൊരു ബന്ധം നോക്കി. ഇതിൽ ഓരോന്നിലും ഓരോ ഡെസിമൽ പോയിന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അവസാനം നമുക്ക് നോക്കുമ്പോൾ ഒരു സിമ്പിൾ ഡെസിമൽ ഒന്നും ഇല്ലാത്ത സാധനം കിട്ടിയ ലോജിക്ക് എന്താ ചെയ്തത്, ഡിനോമിനേറ്ററിൽ 0 ഒഴിവാക്കാൻ നോക്കി. അപ്പൊ ഭാഗ്യത്തിന് ന്യൂമറേറ്റർ അല്ല, ഡിനോമിനേറ്ററിൽ നിന്ന് പോയിന്റ് ഒഴിവാക്കാൻ നോക്കി. ഭാഗ്യത്തിന് ന്യൂമറേറ്ററിൽ നിന്നും പോയിന്റ് ഒഴിവായി. എപ്പോഴും ഒഴിവാവോ? ഇല്ല. അന്നേരം എന്ത് ചെയ്യും, നമ്മൾ ഇതുപോലെ ചെയ്യും. ആകെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ പോയിന്റ് ഉണ്ടാവാൻ പാടില്ല, അത്രമാത്രം. ഓക്കെ റെഡി. നെക്സ്റ്റ്. എന്തിനാ കാലിസ്റ്റായി വേഗം ചെയ്തോ. ഇതില്ലേ 10ാം ക്ലാസ്സിൽ 2022 ഒരു ചോദ്യത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഇത്. ഇതറിയാത്തതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഒരു മാർക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആദ്യം അതന്നെ ചെയ്താലോ. 64 ഡിവൈഡഡ് ബൈ 6.4. എന്താ നമ്മൾ ചെയ്യേണ്ടത്, ആ 6.4ൻ്റെ ഈ പോയിന്റ് ഒഴിവാക്കണമല്ലേ, ഡിവിഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്തായി മാറും, 64 ആയി മാറും. അപ്പോൾ ഇതിനെ മാത്രം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തും കൂടെ വേണം, 64നെ നമ്മൾ എന്ത് ചെയ്യണം, × 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെന്തായി മാറും, 640. ഇതൊക്കെ മനസ്സിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ആൻസർ എന്താ, 640/64. അതെന്താ, 64 കൊണ്ട് കട്ട് ചെയ്താൽ ഇത് 10 ആയി മാറും. ആൻസർ 10. ഇതറിയാത്ത കുറേ കുട്ടികളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തോ ഡയമീറ്റർ വ്യാസം ഞാൻ കാണണ്ടേ. ആ 10 കിട്ടിയാലേ ബാക്കി എല്ലാ ചോദ്യവും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്താ ഒരുപാട് മാർക്ക് കുട്ടികൾക്ക് അതിൽ പോയിട്ടുണ്ട്. ഓക്കെ റൈറ്റ്. നെക്സ്റ്റ്. ഇത് അയ്യോ സാർ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 എണ്ണം ഉണ്ടാകുമ്പോൾ എത്രടാ, ഒന്നുണ്ടാകുമ്പോൾ 10 ഉണ്ട്. അപ്പോൾ 2 എണ്ണം ഉണ്ടാകുമ്പോൾ 20 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ല 100 കൊണ്ടാണ്. ഇതിനെന്ത് ചെയ്യുക, × 100 ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എന്താ വരും, അങ്ങനെ അങ്ങോട്ടേക്ക് പോയെന്ന് വേണേ ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ചോ കേട്ടോ. കാരണം നിങ്ങൾ വലിയ കുട്ടികളായതുകൊണ്ട് അതൊക്കെ പഠിപ്പിക്കാൻ തന്നാൽ കുറേ സമയം പോകും. ഇപ്പം തന്നെ ഇതിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഓക്കെ റൈറ്റ്. അപ്പോൾ എന്താ 0.04 അത് 4 ആയി മാറും. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 4.8 എന്തായി മാറും, 480 ആവും. ചുരുക്കി പറഞ്ഞാൽ ഇത് 480/4 ആണ്. അപ്പോൾ എന്താ ആൻസർ വരിക, 48 12 ഇത് 120 ആണ് ആൻസർ വരിക. 480/4 നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്നുള്ള രീതിയിലാട്ടോ. 120 ആണ് ആൻസർ. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നമ്മൾ വിചാരിക്കും കുറേ ഡെസിമലൊക്കെ ഉള്ളത് ആൻസർ. പക്ഷെ എന്താ, ആസ് പെർ മാത്തമെറ്റിക്സ് 120 ആണ് എന്ത് ചെയ്യുന്നത്, ആൻസർ വരുന്നത്. സോ ഇതാണ് ഡിവിഷൻ്റെ റൂള്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം, അഡിഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. വേഗം പോസ് ചെയ്തിട്ട് ചെയ്ത മക്കളെ, ഇതാണ് അതിൻ്റെ ആൻസറും വരിക. ഓക്കെ, എത്ര എണ്ണം ശരിയായിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും എന്ത് ചെയ്യണം, ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഞാൻ ബൈ എന്ന് പറഞ്ഞ് നിർത്താൻ പോയിരുന്നു.
പിന്നെ അടുത്ത ടോപ്പിക്കും കൂടി അല്ലേ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം.